അടൂർ മണ്ഡലം ഇക്കുറി തിരിച്ചുപിടിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി CV ശാന്തകുമാർ. അടൂരിലെ വോട്ടർമാരുടെ മനസ്സ് പൂർണ്ണമായി അറിയാൻ കഴിഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം മുന്നണിയിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇല്ലെന്നും UDF അനുകൂലമായ വലിയ ചിത്രം മണ്ഡലത്തിലുണ്ടെന്നും അടൂർ പ്രകാശ് MP വ്യക്തമാക്കിയിട്ടുണ്ട്. ഷിജോ കുര്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ്. അടൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ പ്രചരണം ഊർജിതമായിട്ട് തന്നെ നടക്കുകയാണ്. അഡ്വക്കേറ്റ് CV ശാന്തകുമാറാണ് UDFന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ അടൂർ നിയോജക മണ്ഡലം LDFിൽ നിന്ന് തിരിച്ചുപിടിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ് UDFന്റെ പ്രചരണം. അപ്പോൾ അടൂരിന്റെ ഒരു ജനമനസ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? തീർച്ചയായിട്ടും അടൂരിലെ വിസ്തൃതമായ ഈ നിയമസഭാ മണ്ഡലത്തിലെ ഒട്ടുമിക്ക പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഞാൻ സന്ദർശിക്കുകയുണ്ടായി, പര്യടനം നടത്തുകയുണ്ടായി. ജനങ്ങളിൽ നിന്നും നല്ല അനുഭവമാണ് ഉണ്ടാകുന്നത്. പ്രിജി ശശിധരൻ അല്ലെങ്കിൽ പ്രിജി കണ്ണൻ എന്നറിയപ്പെടുന്ന ഒരു യുവ നേതാവാണ് LDF സ്ഥാനാർത്ഥി. ഇതിനോടകം തന്നെ 2 റൗണ്ട് പ്രചരണം പൂർത്തിയാക്കാൻ LDF ക്യാമ്പുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ UDF തുടങ്ങുകയാണ്. അപ്പോൾ ഈ തുടങ്ങിയതിന് ശേഷമുള്ള ആ ഒരു പ്രചരണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ സജ്ജരാണ്. UDFന്റെ വിജയം സുനിശ്ചിതമാണ്. അതിനുവേണ്ടിയുള്ള എല്ലാവിധമായ പ്രവർത്തനങ്ങളും UDFന്റെ പ്രവർത്തകർ ബൂത്ത്, മണ്ഡലം, ബ്ലോക്ക്, ജില്ലാതലം വരെ പ്രവർത്തനം സജീവമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അടൂർ പ്രകാശ് ജനിച്ചു വളർന്നൊരു നാടാണ്. ഇവിടെയുള്ള ആളുകൾക്ക് അടൂർ പ്രകാശ് എന്ന് പറഞ്ഞ് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ മണ്ഡലം ഇത്തവണ തിരിച്ചു പിടിക്കേണ്ടത് UDFനെ സംബന്ധിച്ചുകൊണ്ട് അഭിമാന പോരാട്ടത്തിൻ്റെത് കൂടിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ മണ്ഡലത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൾസ്? ഇപ്പോഴത്തെ ഒരു പോക്ക് UDFന് അനുകൂലമായിട്ടുള്ള ഒരു വലിയ ചിത്രമാണ് എനിക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അഡ്വക്കേറ്റ് CV ശാന്തകുമാറിനെ ഇവിടെ മത്സരിപ്പിക്കണം എന്ന തീരുമാനം ഞങ്ങൾ എല്ലാവരും കൂടി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി അല്ലെങ്കിൽ KPCC ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ പല കാര്യങ്ങളും ആലോചിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഈ അടൂരിനകത്തുണ്ടായിട്ടുള്ള ചില സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ചില ആഭ്യന്തര പ്രശ്നങ്ങൾ അത് ഏതെങ്കിലും തരത്തിലൊരു തിരിച്ചടിയാകുമെന്ന് ഭയമുണ്ടോ? കാരണവശാലും അങ്ങനെയൊന്നും ഇവിടെ ഒരു ആഭ്യന്തര പ്രശ്നമില്ല. ആ ആഭ്യന്തര പ്രശ്നങ്ങളെല്ലാം ഞങ്ങൾ പരിഹരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. നിങ്ങളായിട്ട് ആഭ്യന്തര പ്രശ്നമൊന്നും ഉണ്ടാക്കാതിരുന്നാൽ മതി. യാതൊരു പ്രശ്നവും ഇവിടെ ഇല്ല. ശാന്തകുമാറിനെ 2 കൈയും നീട്ടിയാണ് ഇവിടെ ജനങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. ഊർജിതമായിട്ട് തന്നെ പ്രചരണം നടക്കട്ടെ. എല്ലാവിധ ആശംസകളും. ഓക്കെ. അപ്പോൾ എന്തായാലും അടൂർ നിയോജക മണ്ഡലം ഇത്തവണ UDF തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമാണ് സ്ഥാനാർത്ഥി ശാന്തകുമാറും അതുപോലെ തന്നെ UDF കൺവീനർ അടൂർ പ്രകാശും പങ്കുവെക്കുന്നത്. സന്തോഷ് ശേഖവർക്കൊപ്പം ഷിജോ കുര്യൻ, 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.